ഹലോ ലച്ചേച്ചി, സുഖാണോ? ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ? കുഴപ്പമുള്ള ലച്ചു കലിപ്പില്ല. അമ്മൂമ്മ എന്നെ സംസാരിച്ചു. ആ മോളെ ലച്ചു, നീ ഇങ്ങോട്ട് വരുന്നില്ലേ? പിന്നെ എവിടെ പോന്നു? ഓ, കാശിക്ക് പോവാന്നോ? അപ്പൊ സിദ്ധു ഗൾഫിൽ നിന്ന് നേരെ ഞാൻ കാശിക്ക് വരുവോ? എടി, നീ എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് എന്തിനാ ചൂടാവുന്നേ? അത് കേശുവിനെ വിളിച്ചിട്ട് കിട്ടാത്ത എന്നോട് ചൂടായിട്ട് വല്ലതും കാര്യമുണ്ടോ? അവനെ ഞാൻ ഒരിടത്തോടെ പറഞ്ഞു വിട്ടേക്കും ഒരു അത്യാവശ്യത്തിന്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവനെ ഒരിടത്ത് പറഞ്ഞു വിട്ടേക്കോന്നൊരു അത്യാവശ്യ കാര്യത്തിന്. എവിടാന്നോ? അമേരിക്കയില്. നിനക്ക് എന്നോട് ചൂടാവെങ്കിൽ എനിക്ക് നിന്നോടും ചൂടാവാ. എന്റെ കൊച്ചേ, ഞാൻ അവനെ പടവലം വരെ പറഞ്ഞു വിട്ടേക്കുവാ. ലച്ചു, നീ മിണ്ടാതെ വെച്ചിട്ട് പോന്നുണ്ടോ? നീ കാര്യം പറ. കേശുവോ? സിദ്ധുവിനോടോ? അയ്യോ, അത് എനിക്കെങ്ങനെ അറിയാം? നിനക്കേ നിന്റെ അനിയനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ അവനെ വിളിച്ച് സംസാരിക്ക്. നീ അല്ലാതെ എന്നോട് ചൂടാവാതെ നീ ഫോൺ വെച്ചിട്ട് പോയേ. ആ, നീ എപ്പോ വരും? ഹലോ ഹലോ, ഫസ്റ്റ് കട്ട് ചെയ്തു. ഈ കൊച്ചിന്റെ ഒരു കാര്യം. എന്നമാ പ്രശ്ന? എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു. എന്തുവാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ കേശവൻ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. ഒന്നുമേ சொல்லறதுக்கில்ல. അമ്മ, അവ എപ്പോ വരുവാ? എപ്പോ വരുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താവോ എന്തോ. ഓട്ടോ വിളിച്ച് പോയായിരുന്നു. ബൈക്കിന് പോയതാണ് പ്രശ്നം. ചേട്ടാ, എന്തിത്രയും താമസിച്ചേ? എന്തെത്ര താമസിച്ചേന്ന്? ഞാൻ പടാലും വീട് എത്തി നോക്കിട്ട് വരാൻ പോയതാണോ? അല്ലല്ല, പണിക്ക് പോയതല്ലേ. അതൊക്കെ തീരണ്ടേ? എന്തായാലും എന്നായിരുന്നു പ്രശ്നം? പ്രശ്നം നല്ല വെയിറ്റ് ഉണ്ട്, തോളെല്ലാം ഒടിഞ്ഞ്. അതല്ലേ ചേട്ടാ, എന്ത്? ലച്ചേച്ചി ആണെങ്കി അമ്മൂമ്മയെ വിളിച്ച് ചേട്ടൻ എന്തോ കാര്യം പറയുന്നത് കേട്ട്. എന്റെ കാര്യം? ആ ശരി, ചേച്ചി എന്നെ കിടന്ന് തന്നെ പിന്നെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണുന്ന അവിടെ നിന്ന് ഇറങ്ങാൻ സമയമാണ്. അവിടെ മൊത്തം തിരക്കല്ലായിരുന്നു. അവിടെ ഫോൺ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു, ചേച്ചി എടുത്തില്ല. എന്തരീ നോക്കണേ? അമ്മൂമ്മ എപ്പോഴും അടുക്കളയിൽ തന്നെ. എത്തിയാ? ഓ, വന്ന് എന്തൊരു കഷ്ടം ഇത്. അമ്മൂമ്മോയ്, ഉള്ള സാധനം മൊത്തം കൊണ്ടുവന്നോടാ. പിന്നെ അമ്മൂമ്മയുടെ ഉമേഷ് കുഞ്ഞിനെ ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് ഫോൺ എന്തായാലും എടുത്തില്ല. അങ്ങനെ അയച്ചിട്ടുണ്ട്. അവസാനം ഫോൺ കട്ട് ചെയ്ത് വിട്ടു. എടാ, ഞാൻ അവനെ വിളിച്ചു. ഏതോ മലയിലോ പുഴയിലോ എങ്ങാണ്ട. ഇന്ന് ഉറപ്പായിട്ട് അവിടെ കാണുമെന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ എന്തോ ചെയ്യാനാ? എന്തായാലും അവിടെ ഇല്ലാത്തതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഒരു ശല്യം ഇല്ലായിരുന്നു, എല്ലാം സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റി. ഷീറ്റ് ചായ്പി കിടക്കുമായിരുന്നോ അതോ വെളിപ്പറക്കിട്ടുണ്ടായിരുന്നോ? ചായപ്പി കിടപ്പുണ്ടായിരുന്നു, തൂക്കെടുത്ത് കൊണ്ടുപോയി വിറ്റു. ബൈക്കിൽ കൊണ്ടുപോയി 2 ട്രിപ്പായിട്ട് കെട്ടി വെച്ചോണ്ട് പോയി. പെട്രോൾ കാശ് പിന്നെ തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് സെപ്പറേറ്റ് വേണം. പിന്നെ പകുതി കാശേ കിട്ടിയിട്ടുള്ളൂ. 135 ഷീറ്റ് വിറ്റിട്ടുണ്ട്. പകുതി കാശ് ഓൺലൈനിൽ അയച്ചു തന്നു, ബാക്കി പകുതി പിന്നെ എപ്പോഴേലും തരാം എന്ന് പറഞ്ഞു. കപ്പ പറിക്കാൻ ആൾ വന്നായിരുന്നു? അഫ്കോഴ്സ്, അവർ രാവിലെ തന്നെ വന്നു. പണികളൊക്കെ നന്നായിട്ട് നടന്നു. അവരും ബാക്കി കാശ് അമ്മൂമ്മയുടെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാം എന്ന് പറഞ്ഞു. തേങ്ങ പറക്കി ചായപ്പിലിട്ടായിരുന്നു? എല്ലാം പറക്കി ചായപ്പിലിട്ടിട്ടുണ്ട്. കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത റൗണ്ട് പോകുമ്പോൾ കൊടുക്കാം. എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യാൻ പറ്റൂലല്ലോ. കേശു, എന്നടാ അന്ത ചാക്കില? അതൊരു 3-4 തേങ്ങയുണ്ട്, പിന്നെ 2 കപ്പയ്ക്കുണ്ട്, പപ്പായ, പിന്നെ 2 ചേന, ചേമ്പ്, കാച്ചില്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇത്രേ ഉള്ളൂ. എടാ, നീ എന്താ ലച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അവൾ എത്ര തവണ വിളിച്ചെന്നെ? എന്താടേ അമ്മൂമ്മ, എന്തൊരു കഷ്ടം ഇത്. എല്ലാരും വന്ന് മാറി മാറി ലച്ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്തെന്ന് ചോദിച്ചാ, ഞാൻ അവിടെ പണിക്ക് പോയതല്ലേ. ചേച്ചി വിളിച്ചപ്പോ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ അങ്ങ് പോയി. ഞാൻ തിരിച്ചു വിളിച്ചാലും ചേച്ചി എടുത്തില്ല. എടാ, അവൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കത്തില്ല നിന്നെ വിളിക്കുന്നേ. അപ്പൊ നിനക്കൊന്ന് എടുത്താൽ എന്താ? എടുത്തിട്ട് വിവരം പറഞ്ഞാ പോരെ? എന്തിനാണ് അമ്മൂമ്മ അത്രയല്ല അത്യാവശ്യം? ഇത് സംഭവം വേറൊന്നുമല്ല. ചേച്ചി ഇന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചെല്ലണം. കുഴപ്പമുള്ളതൊന്ന് ചേച്ചിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം, അത് തന്നെ. പിന്നെ എനിക്ക് വേറെ വേലയില്ല.
കണ്ട ജാട വർത്താനം കണ്ട. ബൈക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച ചേച്ചിയുടെ. പിന്നെ ബൈക്ക് മേടിച്ചപ്പോ ചേട്ടൻ എന്താ പറഞ്ഞേ? ഇനി തൊട്ട് ചേച്ചിയുടെ അടിമയായിരിക്കും. അത് ആ ഒരു ഫുൾ ഓയിൽ പറഞ്ഞു വരുമ്പോ അങ്ങനെ പലതും പറയും. ഒന്നും പറഞ്ഞോണ്ട് പോയ പറയും ചുമ്മാ. എടാ ഓ നീ എന്തു സിദ്ധുവിനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ? ഞാൻ അതിൻ്റെ അടുത്ത് എന്തൊരു പറഞ്ഞു? നീ ലച്ചുവിനെ പറ്റി ആണ്ടൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സിദ്ധുവിനോട് പറഞ്ഞു കൊടുത്തെന്ന്. ഞാനാ? ആ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആ എന്തായാലും ഇന്നലെ മെനങ്ങാന്ന് കൊണ്ട് അവർ രണ്ടുപേരുടെ ഫോണിൽ കൂടെ ഭയങ്കര വഴക്കായിരുന്നു. അത് സ്വാഭാവികം. അസ്വാഭാവികം. നിന്നെ അവിടെ കൈ കിട്ടുവാണെങ്കിലേ ഇഞ്ച പരുവാക്കും. ഒരു സംശയവും വേണ്ട. അത്രയ്ക്കും കടുപ്പമാണോ? ആ കടുപ്പം തന്നെ. ഓഹോ, അപ്പൊ അതിനാണല്ലോ എന്നെ കിടന്ന് ഫോൺ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ വിട്, എനിക്ക് വിശക്കണം. ഖാന இருக்குடா. ഓക്കേ, அந்த சாக்கு எடுக்க வேண்டாமா? ഞാൻ എടുത്തോളാം. ആന്റി എടുക്കാൻ പോയി കഴിഞ്ഞാല് നടു ഉളുക്ക് നിരക്കണയാണ് എൻ്റെ ആരോഗ്യത്തിനുള്ളത്. பாத்துடா.